HTML ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ HTML നമ്മൾ HTML ടാഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു HTML എന്തിനാണ് ഉപയോഗിക്കുന്നത്? HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് HTML ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഭാഗത്തിനും മാർക്കപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ടേബിൾ ടാഗിൽ മാർക്കപ്പ് ചെയ്യുന്നു. പാരഗ്രാഫായിട്ട് മാർക്കപ്പ് ചെയ്ത് കൊടുത്ത് പാരഗ്രാഫായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു വെബ് പേജിൻ്റെ പല സെക്ഷൻസ് ഏത് രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ തരത്തിൽ നമുക്ക് മാർക്കപ്പ് ചെയ്യാം. അതാണ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജാണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML കോഡ് എഴുതുമ്പോൾ HTML സ്ട്രക്ചർ ഇമേജിൽ HTML ടാഗ് എഴുതുക. HTML എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉള്ള ടാഗാണ് കണ്ടെയ്നർ ടാഗ്. ഓപ്പണിംഗ് മാത്രമുള്ള ടാഗാണ് empty ടാഗ്. അപ്പോൾ നമ്മൾ HTML കണ്ടെയ്നർ തുറന്നു. അതിനുശേഷം HTML ടാഗിൻ്റെ ഉള്ളിൽ ഹെഡ് ടാഗ് എഴുതാം. HTML കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യാം. ഹെഡ് ടാഗ് ഒരു കണ്ടെയ്നറാണ്. ഓപ്പണിങ്ങും ക്ലോസ് ഉണ്ട്. ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് ടൈറ്റിൽ എഴുതണമെങ്കിൽ ഇതിനുള്ളിൽ എഴുതാം. ഹെഡിൽ എന്തെങ്കിലും ഹെഡ് സെക്ഷനിൽ എഴുതണമെങ്കിൽ ഇതിനുള്ളിൽ എഴുതാം. അപ്പോൾ ഇതൊക്കെ കണ്ടെയ്നർ ടാഗാണ്. ഇനി ഹെഡ് ടാഗ് കഴിഞ്ഞാൽ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യണം. ബോഡി ടാഗും ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. ഈ ബോഡി ടാഗിനുള്ളിൽ നമ്മൾ എഴുതുന്നതാണ് നമുക്ക് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിൽ എന്തെങ്കിലും കാണണമെങ്കിൽ അത് ബോഡി ടാഗിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ബോഡി ടാഗിൽ നമുക്ക് വെബ് പേജ് നമുക്ക് ഒരു ടേബിൾ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യാം. ടേബിൾ ടാഗ് ഇവിടെയല്ല. ടേബിൾ ടാഗ് ബോഡി ടാഗിനുള്ളിലായിട്ട് ഒരു ടേബിൾ ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ടേബിൾ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഈ നമ്മളൊരു ടേബിളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ സ്ട്രക്ചർ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ടേബിളിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ ഇരിക്കും. ഈ കാണുന്ന പോലെ നമുക്കിങ്ങനെ റോൾ നമ്പർ, നെയ്യും, മാർക്ക്, ഇങ്ങനെ ഇത്രയും റോസ് ഉള്ള ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ടേബിളിൻ്റെ കോളംസ് റോൾ നമ്പർ, നെയ്യും, മാർക്ക് ഇങ്ങനെയുള്ള കോളംസാണ് ടേബിളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ ടാഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ വേണ്ട? ഹെഡിങ്സ് എന്താ കണ്ടത്? റോൾ നമ്പർ, നെയ്യും, മാർക്ക് 3 കോളം ഹെഡിങ്സ് വേണം. അപ്പോൾ ഈ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ റോ ബൈ റോ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ റോ അതിൽ ടേബിൾ ഹെഡിങ്സ് ആയിരിക്കും. ഓരോ കോളം ഹെഡിങ്സ്, റോൾ നമ്പർ എന്ന് പറഞ്ഞ കോളം, നെയ്യും, മാർക്ക്. അപ്പോൾ അതിന് നമ്മൾ എഴുതേണ്ടത് TR എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് റോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ടേബിൾ റോ ഓപ്പൺ ചെയ്തു. ഈ ടേബിൾ റോയുടെ ഉള്ളിൽ നമുക്ക് ആ ഫസ്റ്റ് റോയിൽ ഏതൊക്കെ ഹെഡിങ്, TH എന്ന് പറഞ്ഞ ടാഗാണ് ഹെഡിങ്ങിന് ഉപയോഗിക്കുക. TH ഒരു കണ്ടെയ്നർ ടാഗാണ്. TH എന്ന് പറഞ്ഞാൽ ഹെഡിങ്സ് എഴുതാൻ, TD എന്ന് പറഞ്ഞാൽ ഡാറ്റ ചെയ്യാനാണ്. അപ്പോൾ ഡാറ്റ കണ്ടെയ്നറാണ് TD ടാഗും, ഹെഡിങ് കണ്ടെയ്നറാണ് TH ടാഗും. അപ്പോൾ TH എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നറിൽ വെച്ചാൽ ടേബിൾ ഹെഡിൽ ആദ്യത്തെ ഹെഡിങ്സ് റോൾ നമ്പറാണ് വേണ്ടത്. അപ്പോൾ റോൾ നമ്പറിന് എഴുതി ആ റോയിൽ. പിന്നെ ആ റോയിൽ തന്നെ അടുത്ത TH എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുന്നു. അതിലേക്ക് നെയ്യും എന്ന് പറഞ്ഞ ഡാറ്റ കൊണ്ടിടുന്നു. അതിനുശേഷം TH അടുത്ത ടേബിൾ ഹെഡ് കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ റോൾ നമ്പർ, നെയ്യും, അടുത്തത് മാർക്കാണ്. മാർക്ക് എന്ന് പറഞ്ഞ വാല്യൂ ഒരു ലാബിൽ അവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഈ എന്തൊക്കെ ഹെഡിങ്സ് വന്നു? ഫസ്റ്റ് ഹെഡിങ് റോൾ നമ്പർ, നെക്സ്റ്റ് ഹെഡിങ് നെയ്യും, അടുത്ത ഹെഡിങ് മാർക്ക്. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ആയി. റോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സേവ് ചെയ്ത് നോക്കണം. സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാനായിട്ട് ഔട്ട്പുട്ട് റോൾ നമ്പർ, നെയ്യും, മാർക്ക്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഔട്ട്പുട്ട് കാണിച്ചുതരാം. ഇങ്ങനെ വരുന്നു. അപ്പോൾ കണ്ട റോൾ നമ്പർ, നെയ്യും, മാർക്ക് ഇങ്ങനെ ഫസ്റ്റ് റോ വന്നു. ഇതാണ് ഔട്ട്പുട്ട്. ഇനി നമുക്ക് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാം. ഈ റോ കഴിഞ്ഞ് നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് റോയിൽ ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ടേബിൾ റോ ഓപ്പൺ ചെയ്യുന്നു.
ടേബിൾ റോ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ടാമത്തെ റോയിൽ നമുക്ക് ഇതിൻ്റെ ഡാറ്റ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഡാറ്റ ഫസ്റ്റ് ഡാറ്റ റോൾ നമ്പർ എന്നുള്ളത് 1 ആണ്. അപ്പോൾ നമ്മൾ ഏതാ കൊടുക്കുന്നത്? TD അല്ലെങ്കിൽ TH കൊടുക്കുക. ടേബിൾ ഡാറ്റയൊക്കെ TDയിലാണ് കൊടുക്കുക. അപ്പോൾ ഈ റോൾ നമ്പർ എന്നൊക്കെ ഉള്ളത് ഡാറ്റയാണ് 1, അതൊരു ഡാറ്റയാണ്. അടുത്ത ഡാറ്റ റോൾ നമ്പർ കഴിഞ്ഞ് അടുത്ത ഡാറ്റ എന്ന നെയിമാണ്. അപ്പോൾ TD ടാഗ് ഓപ്പൺ ചെയ്യുക. TD ടാഗ് കണ്ടെയ്നർ അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ആ TD കണ്ടെയ്നർ തുറന്നിട്ട് ഡാറ്റ അതിലിടുന്നു. അപ്പോൾ അടുത്ത ഡാറ്റ ജോൺ എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ടു. TD കണ്ടെയ്നർ അടച്ചു. അടുത്ത ഡാറ്റ വെക്കാനുള്ള കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഡാറ്റ അതിലിടുന്നു. അതേതാണ്? ഡാറ്റ 60 ഡാറ്റ ഇടുന്നു. അങ്ങനെ ഈ രണ്ടാമത്തെ റോയിലെ ഡാറ്റയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ റോ ക്ലോസ് ചെയ്യുന്നു. ടേബിൾ റോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റോയിലേക്ക് താഴോട്ട് വരണം. അപ്പോൾ വീണ്ടും ടേബിൾ റോ ഓപ്പൺ ചെയ്യുന്നു. ടേബിൾ റോ ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ ടേബിൾ ഡാറ്റ TD ഫസ്റ്റ് ഡാറ്റ റോൾ നമ്പർ 1 കഴിഞ്ഞാൽ അടുത്ത ഡാറ്റ 2, പിന്നെ അടുത്ത ഡാറ്റ നെയിമാണ് വേണ്ടത്. രണ്ടാമത്തെ റോയിലെ നെയിം എന്ന് പറഞ്ഞത് നമുക്ക് ആൻ്റണി എന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നെയിം. പിന്നെ അടുത്ത ഡാറ്റ ആ റോയിലെ മൂന്നാമത്തെ ഡാറ്റ മാർക്ക് 50 എന്ന് കൊടുത്തു. അപ്പോൾ ഈ റോയും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോ ക്ലോസ് ചെയ്തു. ഓരോ റോയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം, എന്നാലേ നെക്സ്റ്റ് ലൈനിലേക്ക് വരുള്ളൂ. അപ്പോൾ ടേബിൾ റോ ഓപ്പൺ ചെയ്തു, ടേബിൾ റോ ക്ലോസ് ചെയ്തു. ഇനി നമുക്കത് സേവ് ചെയ്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് തരാം. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. റോൾ നമ്പർ നെയിം മാർക്ക് 1, താഴത്തെ റോയിൽ 1, ജോൺ 60, 2, ആൻ്റണി 50. ഇവിടെ എന്ന് വെച്ചാൽ നമുക്കിവിടെ ടേബിളിൽ ബോർഡേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ ബോർഡർ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേബിൾ ടാഗിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടേബിളിൻ്റെ ആട്രിബ്യൂട്ട് ഉണ്ട്, ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അത് = 1. ഈ 1 എഴുതുന്നതിൻ്റെ തിക്നെസ്സാണ്. 2 എന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോർഡർ തിക്നെസ് കൂടും. ഇനി നമുക്കത് സേവ് ചെയ്തിട്ട് എൻ്റെ ഔട്ട്പുട്ട് ബോർഡർ വന്നാലുള്ള ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ ബോർഡർ വന്നാലുള്ള ഔട്ട്പുട്ട് ഇത് കാണുന്നതാണ്. നമ്മൾ കണ്ട ബോർഡർ ലൈൻസ് വന്നു. ഇതാണ് നമ്മുടെ ബോർഡർ = 1 എന്ന് കൊടുത്താലുള്ള ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഒരു റോയും കൂടി ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ 2 റോ എഴുതി. ഇനി ടേബിളിലെ മൂന്നാമത്തെ റോ ടേബിൾ റോ സ്റ്റാർട്ട് ചെയ്യുന്നു, ടേബിൾ റോ ക്ലോസ് ചെയ്യുന്നു. അതിനുള്ളിൽ ആ റോയിൽ നമുക്ക് ഡാറ്റയാണ് ഇടുന്നത്. അപ്പോൾ TD ടേബിൾ ഡാറ്റയും ടേബിൾ ഹെഡും തമ്മിലുള്ള വ്യത്യാസം, ടേബിൾ ഡാറ്റ ലെഫ്റ്റ് അലൈൻ ചെയ്ത് വരും. പിന്നെ സാധാരണ ഫോണ്ടിലാണ് വരിക. TH ആണെങ്കിൽ ടേബിൾ ഹെഡ് ആണെങ്കിൽ സെൻട്രൽ അലൈൻ ചെയ്ത ബോൾഡായിട്ടാണ് വരിക. അപ്പോൾ മൂന്നാമത്തെ റോയിലെ ഡാറ്റ റോൾ നമ്പർ 3 ആണ്. പിന്നെ അടുത്ത ടേബിൾ ഡാറ്റ ആ റോയിലെ മൂന്നാമത്തെ ഡാറ്റ TD ടാഗിൽ ഡാറ്റയൊക്കെ TD എന്ന് പറഞ്ഞ കണ്ടെയ്നർ തുറക്കുന്നു. എന്നിട്ട് അതിൽ ഹരി എന്ന് പറഞ്ഞ ഡാറ്റ എഴുതുന്നു. അതിനുശേഷം വീണ്ടും ഡാറ്റ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുന്നു, മാർക്ക് എന്ന് പറഞ്ഞ ഡാറ്റ എൻ്റർ ചെയ്യുന്നു, കണ്ടെയ്നർ അടയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ റോയ് അവസാനിച്ചു, ടേബിൾ റോ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അപ്പോൾ ടേബിൾ നമ്മൾ ക്ലോസ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡറിൽ കണ്ടെയ്നർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടെയ്നർ ഇങ്ങനെ വെച്ചാൽ ആദ്യം അടയ്ക്കിയതാ ഇന്നർ കണ്ടെയ്നർ, പിന്നെ അതിൻ്റെ മുകളിലത്തെ കണ്ടെയ്നർ. അപ്പോൾ ഇവിടെ ടേബിൾ എന്ന് പറഞ്ഞ ഇന്നർ കണ്ടെയ്നർ ആദ്യം അടയ്ക്കുന്നു. ഈ ഓർഡറിൽ തന്നെ അടയ്ക്കണം. ടേബിൾ എന്ന് പറഞ്ഞ് ഇന്നർ കണ്ടെയ്നർ ആദ്യം നമ്മൾ ക്ലോസ് ചെയ്യും. അതിനുശേഷം ടേബിൾ കഴിഞ്ഞാൽ ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം. ടേബിൾ കഴിഞ്ഞാൽ നമ്മൾ ബോഡി ടാഗ് ആ കണ്ടെയ്നർ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ HTML എന്ന് പറഞ്ഞ കണ്ടെയ്നർ ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ സേവ് ചെയ്യാം. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഔട്ട്പുട്ട് കാണാനായിട്ട്. ഔട്ട്പുട്ട് ഇതാണ് ഔട്ട്പുട്ട്, റോൾ നമ്പർ നെയിം മാർക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതിയത്? ആദ്യം നമ്മൾ HTML ഹെഡ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബോഡി ടാഗാണ്, ബോഡി ടാഗിനുള്ളിലാണ് ഡിസ്പ്ലേ എഴുതേണ്ടത്. അപ്പോൾ ടേബിൾ ബോർഡർ = 1 എന്ന് പറയുമ്പോൾ ഈ ബോർഡർ ലൈൻസ് വരും. ബോർഡർ ടാഗ് കൊടുത്തില്ലെങ്കിൽ ഈ ബോർഡർ വരില്ല. പിന്നെ ടേബിളിൽ നമ്മൾ റോ ബൈ റോ ആയിട്ടാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്തു, TR ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൽ ഈ റോൾ നമ്പർ നെയിമൊക്കെ ഈ റോയിലുള്ളതൊക്കെ ഹെഡിങ് ആണ്, ബോൾഡായിട്ട് വരണം, സെൻറ്ററായിട്ട് വരണം. അപ്പോൾ TH എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് റോൾ നമ്പർ എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ടു, TH അടച്ചു. പിന്നെ അടുത്ത ഹെഡിങ് ടാഗ് ഓപ്പൺ ചെയ്തു, നെയിം എന്ന് പറഞ്ഞ ഡാറ്റ
ഇട്ടു, ആ ഹെഡിങ് അടച്ചു. അടുത്ത TH കണ്ടെയ്നർ ഓപ്പൺ ചെയ്തു, മാർക്ക് എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ടു, TH അടച്ചു. ഇവിടെ എത്തുമ്പോൾ ആ റോ അവസാനിച്ചു, TR ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് TR സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ലൈനിലേക്ക് വരും. ആ റോയിൽ TR സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ ഡാറ്റയാണ്. അപ്പോൾ TD എന്ന് പറഞ്ഞാൽ ഡാറ്റ കണ്ടെയ്നർ ഓപ്പൺ ചെയ്തു, 1 എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ടു, ആ കണ്ടെയ്നർ അടച്ചു, TD അടച്ചു. ഇനി TD കണ്ടെയ്നർ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു, ജോൺ എന്ന് പറഞ്ഞ ഡാറ്റ ഇടുന്നു, TD കണ്ടെയ്നർ അടയ്ക്കുന്നു. വീണ്ടും TD കണ്ടെയ്നർ തുറക്കുന്നു, 60 എന്ന് പറഞ്ഞ ഡാറ്റ ഇടുന്നു, ആ കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്നു. TR എന്ന് പറഞ്ഞ കണ്ടെയ്നർ, ആ റോ കണ്ടെയ്നർ അവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് TR ഓപ്പൺ ചെയ്യുന്നു, വീണ്ടും TD, അതിൽ 2 എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ടു, TD ക്ലോസ് ചെയ്യുന്നു. TD കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുന്നു, ആൻ്റണി എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ടു, TD കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്നു. ദെൻ TD വീണ്ടും തുറക്കുന്നു, 50 എന്ന് പറഞ്ഞ ഡാറ്റ ഇടുന്നു, TD അവിടെ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ TR ക്ലോസ് ചെയ്യണം, എന്നാലേ നെക്സ്റ്റ് റോയിലേക്ക് വരുള്ളൂ. പുതിയ റോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, TR ഓപ്പൺ ചെയ്യുന്നു, TD 3, TD ക്ലോസ് ചെയ്യുന്നു. TD എന്ന് പറഞ്ഞ കണ്ടെയ്നറിൽ ഹരി എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ട് TD ക്ലോസ് ചെയ്യുന്നു, TD തുറക്കുന്നു, 60 എന്ന് പറഞ്ഞ ഡാറ്റ ഇട്ട് TD കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ TR എന്ന് പറഞ്ഞ കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ ഈ ടേബിൾ ക്ലോസ് ചെയ്യുന്നു. ഓർഡറിൽ ടേബിൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ബോഡി ടാഗ്, അതിന് മുകളിലെ കണ്ടെയ്നറാണ് ബോഡി ടാഗ്, അത് ക്ലോസ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് HTML ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഒരു HTML ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട രീതി ഇതാണ്. ഇനി ഇതിൽ നമുക്ക് ഈ HTML-നുള്ളിൽ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത HTML പേജിനെ പറയുക സ്റ്റാറ്റിക് വെബ് പേജ് എന്നാണ്. കാരണം ഞാൻ എപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്താലും ഈ ഒരേ ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം മാറുന്നില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് എപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താലും ഇതിൻ്റെ കണ്ടൻറ്റ് ഒരേപോലെ ഇരിക്കും. ഇങ്ങനെയുള്ള വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുക. കാരണം ഒരിക്കലും മാറുന്നില്ലല്ലോ ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇത് നമുക്ക് നിർമ്മിക്കാനൊക്കെ എളുപ്പമാണ്. ഇതിൽ സ്ക്രിപ്റ്റ് ഒന്നും എഴുതേണ്ട. അതേസമയം നമുക്ക് എന്തെങ്കിലും ഈ വെബ് പേജ് ഇത്രയും പ്രചാരത്തിലായത് അത് ഡൈനാമിക് വെബ് പേജ് വന്നപ്പോഴാണ്. ഇപ്പം നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഒരു കാറിനെ നമുക്ക് നോക്കണമെങ്കിൽ കാറിൻ്റെ മോഡലുമ്പോൾ ക്ലിക്ക് ചെയ്താൽ പല മോഡൽ വരും. കാറിൻ്റെ കളറ് ക്ലിക്ക് ചെയ്താൽ ആ കളറിലുള്ള കാറ് വരും. അങ്ങനെ അതുപോലെ ഡ്രസ്സാണെങ്കിലും നമ്മൾ സൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടൺ ഇവൻറ്റിൽ ആ സൈസുള്ള ഡ്രസ്സസ് വരും. അപ്പോൾ ഓരോ ഇവൻറ്റിലും അതിൻ്റെ ഔട്ട്പുട്ട് വേറെ വേറെ വെബ് പേജാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് വേറെ വെബ് പേജിൽ അതിൻ്റെ കണ്ടൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടൻറ്റ് മാറുന്ന വെബ് പേജുകളെ, അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന വെബ് പേജുകളെയാണ് ഡൈനാമിക് വെബ് പേജ് എന്ന് പറയാം. അത് എങ്ങനെയാണ് ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് വെബ് പേജിനെ ഡൈനാമിക് ആക്കാനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ HTML-ൻ്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാം വയ്ക്കുക. ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളടക്കം മാറുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജാവാ സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്ന കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഒരു ബട്ടൺ, അതിൽ നമ്മൾ സം എന്ന് പറഞ്ഞൊരു ബട്ടൺമേൽ ക്ലിക്ക് ചെയ്തപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത 2 നമ്പറിൻ്റെ സം അവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഒരു ക്ലിക്ക് ഇവൻറ്റിൽ ഒരു കോഡ് എഴുതാണ്. അങ്ങനെ HTML-നുള്ളിൽ വയ്ക്കുന്ന പ്രോഗ്രാമാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആ സ്ക്രിപ്റ്റ് റൺ ചെയ്തിട്ടാണ് ഈ വെബ് പേജ് എന്തായി മാറുന്നത്, ഡൈനാമിക് വെബ് പേജ് ആയി മാറുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് തന്നെ കണ്ടൻറ്റ് ഇങ്ങനെ ഒരേപോലെ ഇരിക്കും എപ്പോഴും. പിന്നെ അത് അതിൽ ഡാറ്റാബേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ ഇത് നിർമ്മിക്കാൻ എളുപ്പമാണ്, ഇത് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടൻറ്റ് മാറും. നമ്മൾ ജാവ സ്ക്രിപ്റ്റ് വെച്ച് പ്രോഗ്രാം എഴുതിയ പോലെ കണ്ടൻറ്റ് മാറാനായിട്ട് നമ്മളതിൽ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ ഡൈനാമിക് വെബ് പേജിൽ നമ്മൾ ഈ ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റേനെ പിക്ക് ചെയ്ത് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതേസമയം സ്റ്റാറ്റിക് വെബ് പേജിൽ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ്, എംപ്റ്റി ടാഗും കണ്ടെയ്നർ ടാഗും. പിന്നെ HTML സ്ട്രക്ചർ, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ റോ സ്പാൻ, ക്ലോസ് സ്പാൻ ഒക്കെ വെച്ചിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം.